ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ദേ ഒരു കാർഡ്ബോർഡ് പീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇങ്ങനെ ഒരു ഷൂവിൻ്റെ ബോക്സ് കിട്ടിയപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പീസ്. അപ്പോൾ അതിൽ ഞാൻ 2 സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ക്യാമറയിൽ 2 സർക്കിളും കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. അതാ ഇപ്പോൾ കാണാമല്ലോ 2 സർക്കിൾ. അപ്പോൾ ആ 2 സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ 2 ഫ്ലവേഴ്സ് വരച്ചെടുത്തു. എന്നിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതേ ഇതിൽ ഞാൻ ആദ്യം ഒരു ഇൻസുലേഷൻ അല്ല, മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യാൻ നോക്കി. പക്ഷേ അതൊരു നീറ്റായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് അത് കവർ ചെയ്യാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് ആ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അതൊന്നും ഒരു നീറ്റായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ പിന്നെ അത് ഇതുപോലൊരു ബ്രൗൺ കളർ ഞാൻ തന്നെ ടീ അല്ല, കോഫി ഡൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു പേപ്പറാണിത്. കോഫി ആണോ ടീ ആണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തോ ടീ ഡൈ ഓർ കോഫി ഡൈ, എന്തായാലും ആ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒരു OHP ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്ലവർ ഷേപ്പിൽ തന്നെ പുറത്തേക്ക് എക്സിസ്റ്റ് ആയി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിതൊരു കേർട്ടൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഊരി പോന്നിട്ടുള്ളൊരു സ്റ്റിക്കായിരുന്നു. അതിങ്ങനെ ഈ ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസിന് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണോ വ്യൂസ് കുറയുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് തീർക്കുന്നത്. അപ്പോൾ സംഭവം മനസ്സിലായാൽ മതിയല്ലോ. അങ്ങനെ കുറച്ച് വലിച്ച് നീട്ടി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു ലൈറ്റ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ടേബിൾ ഡെക്കോർ ആയിട്ടോ അല്ലെങ്കിൽ ഇനി വോൾ ഹാങ്ങിങ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു എസ്തെറ്റിക് വൈബുള്ള ഒരു ടേബിളിൻ്റെ മേലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഹാങ് ചെയ്യാനും ഇപ്പോൾ എൻ്റെ കയ്യിൽ ജൂട്ട് ത്രെഡ് ഞാൻ തിരഞ്ഞിട്ട് കാണുന്നില്ല. ജൂട്ട് ത്രെഡ് വെച്ചിട്ടൊക്കെ ഹാങ് ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ലൈറ്റ്. അല്ലെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് ടേബിൾ ഡെക്കോർ ആയിട്ടും യൂസ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്താലാണ് കേട്ടോ ഇതിൻ്റെ റിയൽ ഭംഗി കാണുന്നത്. നല്ല ഒരു ഡിം ലൈറ്റൊക്കെ ആയിട്ട് നമുക്ക് ബെഡ്റൂമിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.